ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഓണമൊക്കെ ഇങ്ങെത്താറായി. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലും അതിൻ്റെ ഒരുക്കത്തിലുമൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ്. അപ്പോൾ ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ കൗമാരക്കാരുടെ ഇടയിൽ, അതായത് ഒരു 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ വേണ്ടത്ര കാര്യങ്ങൾ പറഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്തരത്തിലൊരു വീഡിയോ ഇടാനുള്ള കാരണം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. എല്ലാ ഫ്രണ്ട്സും എനിക്ക് തരുന്ന സപ്പോർട്ടിന് വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് എനിക്കുള്ള ആകെയുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള നമ്മുടെ കുഞ്ഞു മക്കൾ, അത് ആൺകുട്ടികളായാലും ശരി പെൺകുഞ്ഞുങ്ങളായാലും ശരി, സ്പെഷ്യലി പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുകയാണ്, അവരുടെ അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഒരു അമ്മയാണ്, ഒരു പെൺകുട്ടിയുടെ കൂടി അമ്മയാണ്. മാത്രമല്ല ഒരു അധ്യാപിക എന്ന നിലയിലും ഞാൻ ഇത് നിങ്ങളുമായി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലൊരു പക്ഷേ എൻ്റെ ഈ വാക്കുകൾ ആർക്കെങ്കിലും ഒരമ്മയ്ക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളെ മക്കളാണല്ലോ നമുക്ക് എല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞു മക്കളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു അതിനെ പ്രണയം എന്ന വാക്കുകൊണ്ട് പറയാമോ എന്നെനിക്കറിയില്ല, സ്നേഹബന്ധങ്ങൾ എന്നതിനെ തൽക്കാലം നമുക്കതിനെ വിളിക്കാം. അപ്പോൾ അത് മിക്കവാറും പാരൻസിൻ്റെ അറിവില്ലാതെ ആയിരിക്കും നടക്കുന്നത്. ടീച്ചേഴ്സിനും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ചില കേസസിലൊക്കെ നമ്മളത് കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചു വിടുന്ന ചില കാര്യങ്ങളാണ് ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഫീലിങ്സ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞാണ് ഈ സ്റ്റേജിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ അത്തരത്തിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കുമ്പോൾ, ഒരു പെൺകുട്ടിയുടെ അമ്മയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൺകുട്ടി ആയാലും ഒരു പെൺകുട്ടി ആയാലും അവരെക്കുറിച്ച് അച്ഛനും അമ്മയ്ക്കും കുറച്ച് ചിന്തകളും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഒക്കെ പാരൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഒരു സ്നേഹബന്ധത്തിൽ ഇവർ അകപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ രക്ഷകർത്താക്കൾക്ക് പോലും അറിയാൻ കഴിയില്ല ഇവർ അത്തരത്തിലൊരു ബന്ധത്തിൽ ആണോ എന്നുള്ള കാര്യം. ഈ ഒരു സമയത്ത് കുട്ടികളുടെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ വളർച്ച സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഫിസിക്കലായിട്ട് ധാരാളം ചേഞ്ചസ് ഉണ്ടാവും, ഇമോഷണലായിട്ട് ധാരാളം ചേഞ്ചസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാത്തിനെയും തരണം ചെയ്തായിരിക്കും അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്ക് ഒരു സ്നേഹബന്ധം, അതായത് നമ്മുടെ അച്ഛനും അമ്മയും പാരൻസും ബ്രദറും ഒക്കെ വിട്ടിട്ട് പുറത്തുനിന്നുള്ള ഒരു ആളുമായുള്ള ഒരു സ്നേഹബന്ധം ഒരു ആൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ വലിയ കാലതാമസമൊന്നും വേണ്ട. കാരണമെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഒരു നമ്മളെ എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഇന്ന് ഫോൺസ്, അതുപോലെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നമ്മുടെ മക്കൾ. ടെക്നോളജി വളരെ നല്ല കാര്യമാണ്. മൊബൈൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ഇടാൻ പറ്റില്ല, അല്ലെ? ഞാനും മൊബൈൽ ത്രൂ ആണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കിന്ന് ഒരു കാര്യത്തിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനതിൻ്റെ ബാഡ് ആസ്പെക്റ്റ് അല്ല പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പെൺകുട്ടിയെ തന്നെ എടുക്കുക. ആ പെൺകുട്ടിക്ക് നേരിട്ട് വരുന്ന ചില സ്നേഹബന്ധങ്ങൾ, അതായത് ഏതെങ്കിലും പയ്യന്മാരോ ഏതെങ്കിലും ഈ 21 വയസ്സ് 22 വയസ്സ് അവരും സ്റ്റുഡൻസ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആൺകുട്ടികൾ ഈ പെൺകുട്ടിയുമായി 18 വയസ്സോ അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുമായോ ഒക്കെ ഒരു സ്നേഹബന്ധം വയ്ക്കാൻ വരുമ്പോൾ ഒന്ന്, അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ്, 2, അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോയാലുള്ള അവസ്ഥ, ഇത് രണ്ടും നമ്മളവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വന്ന സാഹചര്യങ്ങൾ, അവരുടെ വീടിൻ്റെ സിറ്റുവേഷൻസ്, മറ്റു കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അത് ഈ ഇപ്പോൾ ഞാൻ ആൺകുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. ആൺകുഞ്ഞുങ്ങൾക്കുണ്ടായാലും ഇപ്പോൾ നമ്മുടെ മോനുണ്ടായാലും ഇത് തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു ഇതിൽ നമ്മൾ വീണു, അവൻ അത് സീരിയസ് ആയി കാണുന്നു, എന്നാൽ ആ പെൺകുട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സീരിയസ് ആയി കാണുന്നില്ല എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷൻസും ഫ്രസ്ട്രേഷൻസും മാനസികമായ അവരുടെ പഠിത്തത്തിനെയും അവരുടെ മൊത്തത്തിലുള്ള ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന ധാരാളം കേസസ് സ്കൂൾ തലത്തിലും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ ഓരോ അമ്മമാർക്കും അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട രീതി, ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ. പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മൾ സംയമനം പാലിക്കണം എന്ന് നമ്മൾ ഇപ്പോൾ പലരും പറഞ്ഞ് നമുക്ക് അറിവുണ്ടെങ്കിലും നമ്മൾ ആ സമയത്ത് സംയമനം പാലിച്ചു എന്ന് വരില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണിത്. ഭാവിയെ ബാധിക്കുന്ന ചില കാര്യങ്ങളല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ. ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി എടുക്കുന്ന തീരുമാനം, സ്വന്തം ജീവിതത്തിനെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടുകൾ, ഒരുപക്ഷെ കാഴ്ചപ്പാടുള്ള ഒരു കുട്ടി തന്നെ ആവാം. പക്ഷേ ആ കുട്ടിക്ക് ഒരു വിവാഹം കഴിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു സമയവും ഒരു പ്രായവും മാനസിക പക്വതയും ആ കുട്ടി നേടിയതിന് ശേഷമാണ് ആ കുട്ടി ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ പോലും അതിലെ ശരിതെറ്റുകൾ പാരൻസ് ആയിട്ടുള്ള നമ്മൾ വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് ഇപ്പോൾ ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല പാരൻസിനും അറിയില്ല. അല്ലെങ്കിൽ ടീച്ചേഴ്സ് പോലും ചില സന്ദർഭങ്ങളിൽ എന്താണ് അവരോട് ഉപദേശിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മുടെ പഠന രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത്, അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് ചിന്താക്കുഴപ്പമുള്ള പ്രശ്നം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ വഴക്ക് പറയുന്നത് പോലും താങ്ങാൻ കഴിയാത്ത കുഞ്ഞു മക്കൾ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വഴക്ക് പോലും പറയാൻ പറ്റില്ല. നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ടോർച്ചർ കൊടുത്തുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിനെ നേരിടാൻ പാടില്ല. നമ്മുടെ മക്കളെ ഒന്നും നമ്മൾ ദേഷ്യത്തിൽ പോലും നമ്മൾ അടിക്കരുത്. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. നമ്മൾ നല്ല കർശനമായ രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയണം എന്നല്ല. പക്ഷെ അത് പറയുമ്പോൾ അതിനൊരു അതിൻ്റെ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ നോക്കുക. അതിന് പറ്റിയ ഒരു അവസരമാണെങ്കിൽ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും ഒരു സൗഹൃദം, അവർക്ക് പറയാനുള്ള ഒരു സ്പേസ്, ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വന്തം അച്ഛനോ അമ്മയോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു അധ്യാപികയോടോ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ 100-ൽ ഒരു 90% വരെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് ധാരാളമാണ്. അപ്പോൾ ഇതെപ്പോഴും മനസ്സിൽ കരുതുക. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ പറയാനുണ്ട്. ചില ആൺകുട്ടികൾ പെൺകുട്ടികളെ സമീപിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ ആ ആൺകുട്ടി നല്ല ശീലങ്ങളുള്ള ഒരു കുട്ടിയല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കും. പക്ഷേ ചില കേസസിൽ ഈ പെൺകുട്ടികളെ പോലും അതായത് പെൺകുട്ടിക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്വഭാവമായിരിക്കും അവർ കാണിക്കുക. അതായത് അവരുടെ യാഥാർത്ഥ്യം അവർ പുറത്ത് കാണിക്കാതെ, റിയാലിറ്റി പുറത്ത് കാണിക്കാതെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയെ പോലെ എന്താണോ അവർ അത് മറച്ചു വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ആ ഒരു വരുന്ന ആ ഒരു ആൺകുട്ടിയുടെ ഒരു ടെക്നിക്കായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ആയിരിക്കാം ഈ കുട്ടിയെ ഇത്തരത്തിൽ എല്ലാം അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് അവളെ ഒരു പ്രത്യേക മാനസിക സിറ്റുവേഷനിൽ എത്തിച്ചതിന് ശേഷം പിന്നെ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടി അനുസരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുന്ന സന്ദർഭങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ആ കുട്ടിക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല ഈ വരുന്ന ഈ ആൺകുട്ടി ഈ പെൺകുട്ടിയോട് കാണിക്കുന്ന ഓരോ സ്നേഹഭാവങ്ങളും ഒരുപക്ഷെ ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിരിക്കാം. പിന്നീടായിരിക്കാം ആ കുട്ടിയുടെ ഒരു ഒറിജിനൽ ക്യാരക്ടർ പുറത്തു വരുന്നത്. ആ സമയത്ത് നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ തന്നെ ആയിരിക്കും എത്തുന്നത്. അതായത് ഒരിക്കലും നമ്മുടെ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഇത് ലാസ്റ്റിൽ മനസ്സിലാക്കുമ്പോൾ
അയ്യോ ഇങ്ങനെ ഒരാളിനെ ആയിരുന്നു ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ചത്. ഈവൻ അതൊരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ലവ് റിലേഷൻഷിപ്സിൽ അത് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ്. 18 വയസ്സിൽ താഴെ എന്നുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കളാണ്, അവർക്ക് കുഞ്ഞു ചിന്താഗതികളാണ്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം അവർക്ക് ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് അവരേതെങ്കിലുമൊക്കെ ഡിസിഷൻസ് ആ സമയം മാനസികമായ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്നും അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ആകെ അതായത് ഡിപ്രഷനിലും ഫ്രസ്ട്രേഷൻസിലും ഒക്കെ കൂടി അവരുടെ ജീവിതം പോകും. നല്ല പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിക്കാതെയാവും. അതുപോലെ പാരൻസ് പോലും അറിയാതെ അവർ വലിയ വലിയ തീരുമാനങ്ങളെടുക്കും. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഓരോ അമ്മമാരും പിന്നീട് ഓരോ ദിവസവും നമ്മൾ 10 മാസം നമ്മൾ പ്രസവിച്ച് നമ്മൾ വളർത്തി അങ്ങനെയുള്ള ഒരു കുഞ്ഞിന്, അതാണായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, നേരെ തിരിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളോട് ചെയ്താലും ആൺകുട്ടികൾ പെൺകുട്ടികളോട് ചെയ്താലും അത് ഒരു 25, 26 അല്ലെങ്കിൽ 27, അതുമല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ബന്ധം വരുന്ന കാലത്ത് മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹമെന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ നമുക്ക് തോന്നുന്ന മാനസികമായ സ്നേഹം നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ പക്വതയില്ലാത്ത മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫീലിങ്സ്, അത് എല്ലാവരോടും നീതി പുലർത്താൻ ഭാവിയിൽ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാലം മാറും. നമുക്ക് 20 വയസ്സിലുണ്ടായിരുന്ന തീരുമാനമാണോ ഇപ്പോൾ നമുക്ക് 25 വയസ്സിലുണ്ടാവുക? അല്ലെങ്കിൽ 25 വയസ്സിൽ നമുക്ക് തോന്നിയ അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണോ നമുക്കൊരു 30 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്നത്? നമുക്ക് നമ്മളെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാമല്ലോ. നമുക്കൊരു 35 ഉണ്ടായിരുന്നതാണോ 40 വന്നപ്പോൾ ഉള്ളത്? നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ മനസ്സും നാളെ മാറാം. അതിൽ മാറാത്ത ചില മനസ്സുകൾ ഉണ്ടാവാം. അവർക്ക് ഇതൊക്കെ പിന്നെ താങ്ങാൻ കഴിയാത്ത ഒരു വേദനയായി മാറും. അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, നമ്മൾ അവരെ വളരെയധികം ശ്രദ്ധിക്കുക. അവരുടെ കൂടെ ഒരു ഒരു ഫ്രണ്ടായി തന്നെ, നമുക്ക് ഫ്രണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സൗഹൃദം, അവർക്കെല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക. എന്ത് പ്രശ്നം അറിഞ്ഞാലും അതിനെ ശാന്തതയോടും സമാധാനത്തോടും ബുദ്ധിപരമായും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഓരോ അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ മക്കളെ കരുതലോടെ, പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. നമുക്ക് ഇതിൽ നമ്മൾ പൂർണ്ണമായി വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ 101% നമ്മൾ ഇതിൽ എഫേർട്സ് ഇടണം. നമ്മുടെ കുഞ്ഞുമക്കൾ വഴി തെറ്റി യാത്ര ചെയ്യാതിരിക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും പറയാനുള്ളത്. ഇത് ഒരു അധ്യാപിക എന്നുള്ള നിലയിലും ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിലും കൂടിയാണ് സംസാരിക്കുന്നത്. ഓരോ അമ്മമാർക്കും ഇത് എപ്പോഴും ശ്രദ്ധയിലുണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്കറിയാം എല്ലാ രക്ഷകർത്താക്കളും എല്ലാ പാരൻസും അവരുടെ മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ കണ്ണുകൾ നിറയാതിരിക്കാൻ, അവരുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ, നമ്മുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ നമ്മളൊരു മുൻകരുതൽ എപ്പോഴും എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ ഫ്രണ്ട്സ്. താങ്ക് യു. ടേക്ക് കെയർ. ലവ് യു ഓൾ.